ത്വയ്ബ് ഉപയോഗിക്കുക അഥവാ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. അല്ലാതെ സുഗന്ധം എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, പക്ഷെ അതിനൊരു സുന്നത്തും കൂടിയുണ്ട്. നമ്മളൊരു സുഗന്ധം ഉപയോഗിക്കുന്ന സമയത്ത് അത് നിയ്യത്തുണ്ടെങ്കിൽ നമുക്ക് പ്രതിഫലാർഹമായ കാര്യമാണ്. നമ്മളൊരു അത്തർ പുരട്ടുകയാണ്, ഒരു പെർഫ്യൂം ഉപയോഗിക്കുകയാണ്, അതല്ലെങ്കിൽ സുഗന്ധം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു നല്ല വസ്തു നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ അത് സുന്നത്താണ്, പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കാം. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയ, നിങ്ങളുടെ ദുനിയാവിൽ എനിക്ക് പ്രിയങ്കരമായിട്ടുള്ളത് അന്നിസാഉ വത്വയ്ബ്, ഭാര്യയും അതുപോലെ തന്നെ സുഗന്ധവുമാണ്. വജുഇല ഖുറത്തു ഐനി ഫിസ്സലാ, എന്നാൽ എനിക്ക് കൺകുളിർമ അത് നിസ്കാരത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടായാൽ, ബുദ്ധിമുട്ടുണ്ടായാൽ അവിടെ എന്ത് ചെയ്യുമായിരുന്നു, നിസ്കരിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്നാൽ അവിടത്തേക്ക് പ്രിയങ്കരമായിട്ട് തന്റെ ഭാര്യമാരെയും അതുപോലത്തെ സുഗന്ധത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടക്കുന്ന സ്വഹാബികളൊക്കെ പറയുന്ന കാര്യമാണ്, വളരെ സുഗന്ധമായിരുന്നു എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ മസിസ്തു ഹരീറൻ വലാ ദീബാജൻ അലിയന മിൻ കഫിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഫ്, കൈപ്പത്തിയേക്കാൾ വളരെ സോഫ്റ്റായ മൃദുലമായ ഒരു പട്ട് വസ്ത്രം, ഒരു പട്ടോ ഞാൻ സ്പർശിച്ചിട്ടില്ല. പൊതുവെ പട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പൊ അതിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ എന്താണ്, നൈർമല്യമുള്ള, അങ്ങനെ മാധവമുള്ള കൈയായിരുന്നു. വലാ ശമിംതു റീഹൻ ഖത്തു ഔ അർഫൻ ഖത്തു അത്യബ മിൻ റീഹി ഔ അർഫിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഗന്ധത്തെക്കാൾ വളരെയധികം സുഗന്ധമുള്ള ഒരു സുഗന്ധവും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, വളരെയധികം മണമുള്ള ഒരു സുഗന്ധവും ഞാൻ വാസനിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി നല്ല സുഗന്ധങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം അദ്ദേഹം ഖാദിമാണ്, എപ്പോഴും കൂടെയുള്ള ഒരാൾ പറയുമ്പോൾ അതാണ് നമ്മൾ വളരെയധികം പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ നാഫിഅ്, അദ്ദേഹം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നും, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് നാഫിഅ്, ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നു റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അദ്ദേഹം പറയാണ്, കാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇദ ഇസ്തജ്മറ ബിഉലുവ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പുകയ്ക്കുന്ന സമയത്ത്, ഇസ്തജ്മറ എന്ന് പറഞ്ഞ കല്ല് വെച്ച് ചൂടോടുകൂടി അതിൽ സുഗന്ധങ്ങൾ ഇട്ട് പുകയ്ക്കുന്നതിനാണ് പറയുന്നത്. അദ്ദേഹം ഉലുവാൻ ഇട്ടുകൊണ്ട് പുകയ്ക്കുമായിരുന്നു. ഗൈറ മുത്തറാത്തിൻ, അതിൽ മറ്റ് വേറെ ഇതൊന്നും ചേർക്കാതെയാണ്. ഒബി കാഫൂരിൻ, അതുപോലെ കാഫൂർ കൊണ്ട്, കർപ്പൂരം കൊണ്ടും എന്ത് ചെയ്യുമായിരുന്നു, അദ്ദേഹം പുകയ്ക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു, ഹാക്കദ കാന യസ്തജ്മിറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ എന്ത് ചെയ്യാണ്, പുകയ്ക്കാറുണ്ട് എന്നാണ്. അപ്പൊ നല്ല എന്താണ് നമുക്ക് കിട്ടുന്ന, നല്ല പുകയ്ക്കാൻ എന്താണോ ഉള്ളത് അതുകൊണ്ട് ശരീരത്തിലും വസ്ത്രത്തിലും ഒക്കെ പുകയ്ക്കുക എന്നുള്ളത് സുന്നത്താണ്. നബി റഹിമഹുല്ലാഹ് പറയാൻ, അൽ-ഇസ്തിജ്മാറു ഹുനാ ഇസ്തിഅമാലു ത്വയ്ബ്, ഇസ്തിജ്മാർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളതാണ്. വത്തബഖുറു ബിഹി, അതിങ്ങനെ പുകയ്ക്കുക എന്നുള്ളതാണ്. നന്നായി പുകച്ച്, നമ്മളത് ഇന്ന് നമ്മുടെ അറബി സഹോദരങ്ങൾക്കിടയിലൊക്കെ നന്നായി അവർ ആ സുന്നത്ത് പാലിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ അത് കുറവാണ്, പക്ഷേ നല്ലതാണ്. അത് വസ്ത്രത്തിലും ശരീരത്തിലൊക്കെ പുകയ്ക്കുകയാണെങ്കിൽ നല്ല സുഗന്ധമായിരിക്കും. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ചെയ്യുക എന്നുള്ളത് സുഗന്ധമാണ്. അത് ഏതൊക്കെ സന്ദർഭങ്ങളിൽ പ്രത്യേകമായി സുഗന്ധം പുരട്ടുന്നത് ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വരുന്നുണ്ട്, അവിടെ നമുക്ക് പറയാവുന്നതാണ്.